അങ്ങനെ അങ്ങനെ ആൻറ്റോല് ട്രാമിൻ്റെ നമ്മൾ ടോപ്പ് ഹില്ലിലെത്തി. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായി. മുമ്പത്തെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചത് ഇൻസൈഡിൽ മ്യൂസിയത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്, നമ്മൾ മൂന്നാലൊക്കെ പോലെ തന്നെ ഹിൽ സ്റ്റേഷൻ പോലെ. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വ്യൂ ഉണ്ട് അവിടെ നിന്ന് മേഘങ്ങൾക്കിടയിലുള്ള. ഇത് കാണുന്നുണ്ടെങ്കിൽ 20 pence കോയിൻ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ അവിടെ നിന്നൊക്കെ ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്ത്. എൻ്റെ റൈറ്റ് സൈഡിൽ ബീച്ചാണുള്ളത്. കൂടുതൽ ഓരോരുത്തർ ഓരോ പരിപാടിക്ക് പോയി, ഓരോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഫ്രണ്ട്സിനെ വിളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലത്തേക്ക് പോയാണ്. ആ സമയത്ത് ഇവരാരും കാണുന്നില്ല. അപ്പോൾ അവിടെ റേഞ്ചും ഇല്ല അവിടെ. ഞാൻ വെച്ച് ഇവരെന്നെ കൂട്ടാണ്ട് ബസ് കയറി പോയെന്ന് വെച്ച് ഞാൻ തിരിച്ച് നടന്നാണ് ഈ കാണുന്ന വീഡിയോയിൽ. കുറേ നടന്ന് റേഞ്ച് കിട്ടിയപ്പോൾ തിരിച്ചു വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇവർ ആ ഒരു സീ കാണാൻ വേണ്ടി താഴത്തോട്ട് ഇറങ്ങിപ്പോയേക്കായിരുന്നു. എൻ്റെ കിളി അങ്ങോട്ട് പോയി. ഞാൻ വെച്ച് ഇതിൻ്റെ റേഞ്ചും ഇല്ല, എന്ത് ചെയ്യേണ്ടൊന്നായി. കുറേ തിരിച്ച് നടന്നും പോയി. അവസാനം അവരെ കണ്ടുപിടിച്ച് ഒരാൾക്ക് റേഞ്ച് കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ അവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ വന്ന് മനുഷ്യ സമാധാനമായത്. അപ്പോൾ തന്നെ കുറേ നേരം അവിടെ സ്പെൻഡായി. ഈവനിങ് ഒരു 5 o'clock 5:30 കൊണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഇതിന് ബസ് ഇല്ല, ആരും വണ്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ നമ്മളടുത്ത് നേരത്തെ തന്നെ അവർ ട്രാമിൽ പറഞ്ഞിരുന്നു റിട്ടേൺ ഉണ്ടാവില്ല എന്നേ. പക്ഷേ ബസ്സുണ്ട്, കുറേ 20-30 minute മുമ്പ് ബസ്സുണ്ട്. ബസ്സിന് എത്ര 2 pound ഉള്ളൂ എന്നാണ്. അത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 10 to 15 minute ഡ്രൈവ് ഉണ്ടായിരുന്നു ബസ്സിൽ. അത് നല്ല റൈഡായിരുന്നു. കാരണം വില്ലേജിൽ കൂടെ നല്ല ചിടി ഇറങ്ങിയ ചെറിയ ചെറിയ വഴി കൂടെ ഒരു യാത്ര ആയിരുന്നു. അങ്ങനെ 20 minute ആയപ്പോഴത്തേനും നമ്മ താഴെ എത്തി, ഭൂമിയിലെത്തി ബസ്സിൽ. പിന്നെ അടിയിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേനും ഓൾറെഡി ഒരുപാട് ഷോപ്സൊക്കെ ക്ലോസ് ആയി കിടക്കാറുണ്ട്. എങ്കിലും നമുക്ക് ഒരുപാട് കാലമൊക്കെ കാണാനൊക്കെ പറ്റി. ഒരു ഡ്രെയിനേജിൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട് ലാൻഡ് ഉണ്ടോ ഇയർ ഓഫ് ദി പയർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നമ്മുടെ താൽപ്പിൽക്കായലൊക്കെ പോണ പോലെ കുറേ സാധനങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അലാവുദ്ദീൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ടപ്പോൾ ഒരു കടയിൽ നിന്ന് സ്ക്വിഡ് റോസ്റ്റ്. അപ്പോൾ അതുവരെ മേടിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളത് ട്രൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ അലാവുദ്ദീൻ്റെ സാധനം അങ്ങനെ. പിന്നെ സീഗിളിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ഫ്രണ്ടൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ കുറേ ഷൂസൊക്കെ ഉണ്ടായി. അത് റാഞ്ചാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ ചെന്നപ്പോൾ കടകളൊക്കെ ഏകദേശം ക്ലോസ് ആയി തുടങ്ങി. പിന്നെ സ്പീഡ് ബോട്ട് റൈഡൊക്കെ ഉണ്ടാകും. അതിന് 10 pound 12 pound ആണ് സ്പീഡ് ബോട്ടിന് പെർ പേഴ്സണ്. പിന്നെ ഇതിന് ക്ലോക്കാണ് അവിടെ. നല്ല ദിവസം ഉണ്ടായി ക്ലോക്കിന് നീങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. ഓരോ മിനിറ്റും ക്ലോക്ക് നീങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഹലാൽ ഫുഡിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഗൂഗിൾ മാപ്സ് നോക്കി അവസാനം ഒരു കട കണ്ടെത്തി. ബർഗേഴ്സൊക്കെ കിട്ടുന്ന ഒരു കട കണ്ടെത്തി അവിടെ. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നല്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ബർഗേഴ്സും കുറച്ച് ഫ്രൈസും കുറച്ച് ചിക്കൻ വിങ്സ് വാങ്ങിച്ച് ഒരു പെപ്സിയും വാങ്ങിച്ച് നമ്മൾ നേരെ വണ്ടിയിലെത്തി. അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബർഗേഴ്സ് കഴിച്ചപ്പോൾ എനിക്ക് റിലാക്ഷൻ ആയത്. വിശന്ന് കുടലായിരിക്കായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ വിങ്സ് കൊണ്ട് അവർക്കും കൊടുത്തിട്ട് പിന്നെ അവിടെ യാത്ര